മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് ഞാൻ നേരുന്നില്ല. കാരണം ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഈ വർഷം പലതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട വർഷമാണല്ലോ. യുദ്ധങ്ങളുടെ വർഷം എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നെ ഒരു ആശ്വാസമായിട്ടുള്ളത്, തിരുസഭ ജൂബിലി വർഷത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഈ ജൂബിലി വർഷത്തിലെ പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ത്യാഗപ്രവൃത്തികളിലൂടെ, കരുണയുടെ പ്രവൃത്തികളിലൂടെ, പശ്ചാത്താപ പ്രവൃത്തികളിലൂടെ, അനുതാപത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ഉപവാസത്തിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുസഭ വലിയ വലിയ ഒരു നിധിയായിട്ടാണ് ഈ ജൂബിലി വർഷത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് തിരുസഭ നമുക്ക് നൽകുന്ന ഈ പ്രത്യേക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം പോലും ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെടുത്താതെ ലഭിക്കുന്ന ഓരോ കൃപയുടെ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി നമുക്ക് ശ്രമിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നാം അന്തിക്രിസ്തുവിനെ കുറിച്ചാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവനെങ്ങനെ സഭയുടെ സിംഹാസനത്തിൽ ഉപവേക്ഷനായിരുന്ന് യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അധികാരം നേടിയെടുക്കും. എന്നാൽ ഈ അധികാരം അവൻ നേടിയെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം കൊണ്ടോ അക്രമം കൊണ്ടോ ഒന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവൻ്റെ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള വഞ്ചനയുടെ രൂപത്തിൽ ഭൂരിപക്ഷം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് താൻ തന്നെയാണ് വരാനിരിക്കുന്ന യേശുക്രിസ്തു എന്ന് ബോധ്യം നൽകിക്കൊണ്ട് അവൻ ഈ ജനതകളാൽ അവനെ ഈ ഒരു തലത്തിലേക്ക് ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യപ്രകാരം അവനെ സിംഹാസനത്തിലേക്ക് ആനയിപ്പിക്കും. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂരിപക്ഷം ജനങ്ങളെ ഇവൻ കയ്യിലെടുക്കുന്നത്? ഇതിനെപ്പറ്റിയൊക്കെ നാം കേട്ടതാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക. എന്തുകൊണ്ടാണ് ഇവൻ ഒരു യഥാർത്ഥത്തിലുള്ള എതിർ ക്രിസ്തുവാണ്, അന്തിക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണം? അതിൻ്റെ പ്രധാന കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ. ജനങ്ങൾക്ക് തിരുവചനത്തിൻ്റെ അർത്ഥം അറിവില്ലാത്തത് കൊണ്ടാണ്. ജനതകൾക്ക് ആരാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ കെണിയിൽ വീണത്. ആദ്യമായി കെണിയിൽ വീഴുന്നവർ ആരാണ്? ഒരിക്കലും യേശുക്രിസ്തുവിനെ പറ്റിയോ പിതാവായ ദൈവത്തെ പറ്റിയോ കേട്ടിട്ടില്ലാത്തവരും അറിവില്ലാത്തവരും. യാതൊരു അറിവുമില്ലാത്തവരെ ഇങ്ങനെ ഒരു വ്യക്തിയെ എല്ലാ തരത്തിലുള്ള അസാധാരണമായ കഴിവുകളോടും എല്ലാ തരത്തിലുള്ള വ്യാജമായ നന്മകളോടും കൂടെ കാണുമ്പോൾ അവർ അവൻ്റെ കാൽപാദത്തിൽ വീഴുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവർക്കറിവില്ല. എന്നാൽ അടുത്തതായി ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഇവൻ്റെ മുമ്പിൽ വീഴുക, ഇവനിൽ വിശ്വസിക്കുക? അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ അറിയാം, ദൈവപുത്രനെ അറിയാം. എന്നാൽ
ദൈവവചനം എന്താണെന്ന് അവർക്കറിയില്ല. ദൈവവചനം യഥാർത്ഥത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഇപ്രകാരം വീഴുന്നത്. മാത്രമല്ല, ദൈവം നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത് കൊണ്ടും ലഭിച്ച വിശ്വാസത്തിന് ആനുപാതികമായി ജീവിതം നവീകരിക്കാത്തത് കൊണ്ടും വിശ്വാസം അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ അവർ വീഴുന്നത്. മാമോദീസ മുങ്ങിയ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടണം എന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാമമാത്ര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ഇവരെല്ലാം വീഴും. കാരണം അവർ വിശ്വാസത്തിൽ യഥാർത്ഥ വിശ്വാസമനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ്. ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ട പലരും വീഴും. സഭയുടെ നേതൃത്വത്തിലുള്ളവരും അനേകരും വീഴും. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈശോ രക്ഷകനായി ഭൂമിയിൽ വന്നു. ആദ്യം തൻ്റെ ജനത്തിൻ്റെ പക്കലേക്കാണ് വന്നത്. ആ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പുരോഹിതന്മാരും സൻഹെദ്രിൻ അംഗങ്ങളെല്ലാം കർത്താവിനെ അറസ്റ്റ് ചെയ്യിച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുകയും കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോയെ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഈശോ പീഡനങ്ങൾ ഏൽക്കുമ്പോഴും കുരിശിൽ പടഞ്ഞ് മരിക്കുമ്പോഴും ഓർക്കുക, ഈ പുരോഹിതരും ഈ സൻഹെദ്രിൻ അംഗങ്ങളും തങ്ങൾ ചെയ്തൊരു വലിയ കാര്യമായി കരുതി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ചെയ്തത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്? പാപം ചെയ്ത് ഹൃദയം അങ്ങേറ്റം കല്ലുപോലെ കഠിനമായി തീർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ എത്ര വലിയ പാപം ചെയ്യുമ്പോഴും താൻ ചെയ്യുന്ന പാപമല്ല, ഒരു നല്ല പ്രവൃത്തിയാണെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരും ഈ അന്തിക്രിസ്തുവിനെ യഥാർത്ഥ ക്രിസ്തുവായി കരുതി സിംഹാസനത്തിലേക്ക് അവനെ ആനയിക്കുക മാത്രമല്ല, അവൻ്റെ സ്ഥാനാരോഹണം ഇതുവരെ ഭൂമിയിൽ നടക്കാത്തത്ര ഏറ്റവും തേജോമയമായ രീതിയിലായിരിക്കും, ആഘോഷപരമായിരിക്കും. ലോകത്തിലെ സകല നേതാക്കന്മാരും ബുദ്ധിമാന്മാരും കോടീശ്വരന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ സംഭവമായിരിക്കും അത്. അവൻ ക്രിസ്തുവായി അവനെ അംഗീകരിക്കുന്നവരെ അവൻ പഠിപ്പിക്കും. പഠനത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തെറ്റായ എല്ലാ തരത്തിലുള്ള ശിക്ഷകളും തെറ്റായ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും അവൻ ലോകത്തിന് നൽകും. ലോകത്തിലുള്ളവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവൻ നൽകും. ഏത് തരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവൻ നൽകും. അവൻ്റെ മുമ്പിൽ ഒന്നും തെറ്റില്ല. അങ്ങനെ നല്ലൊരു വിഭാഗം ജനത അവന് കീഴടങ്ങി കഴിയുമ്പോൾ, അവനെ ക്രിസ്തുവായി കരുതി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവന് മനസ്സിലാകും ഇനിയും നല്ലൊരു വിഭാഗം അവനെ വിശ്വസിക്കുന്നില്ല എന്ന്. അതായിരിക്കും പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ. എന്നാൽ ഇവരിൽ വീണ്ടും അനേകരെ വീഴിക്കുന്നതിന് അടുത്ത അവൻ്റെ വിദ്യയായിരിക്കും പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൈകളിലും കാലുകളിലും ഹൃദയത്തിലും അവൻ 5 തിരിമുറിവുകൾ ജനത്തെ കാണിച്ചുകൊണ്ട് പറയും, നോക്കുക, നിങ്ങൾക്കിനിയും എന്തെങ്കിലും
സംശയമുണ്ടെങ്കിൽ എൻ്റെ തിരുമുറിവിലേക്ക് നോക്കുക എന്ന് പറയും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ 5 തിരുമുറിവ് ഒരിക്കലും യാഥാർത്ഥ്യമായിരിക്കില്ല, തികച്ചും ആർട്ടിഫിഷ്യലായിരിക്കും, കൃത്രിമമായിരിക്കും. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികൾ അനേകരിത് വിശ്വസിക്കും. കാരണം നാമൊക്കെ കേട്ടിട്ടുണ്ട്, വിശുദ്ധരുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാച് യേശുവിൻ്റെ രൂപത്തിൽ വന്ന് സന്ദേശം കൊടുക്കാറുണ്ട്. അപ്പോൾ ജ്ഞാനികളായ വിശുദ്ധർ ഇപ്രകാരം ചോദിക്കുമായിരുന്നു, നീ യേശുവാണെങ്കിൽ നിന്റെ തിരുമുറിവൊന്ന് കാണിക്കൂ. ആ സമയത്ത് പിശാച് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ഇവിടെ പിശാചുക്കളുടെ തലവനായ ഇവൻ ജനങ്ങളെ വശീകരിക്കുന്നതിനുള്ള എല്ലാ വഴികളും അവൻ തേടും. അപ്രകാരം ഉള്ള ഒരു മാർഗമാണിത്. ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി, അവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ 5 കൃത്രിമമായ മുറിവുകൾ കാണിച്ച് അവൻ ജനങ്ങളെ വഞ്ചിക്കും. ഇവിടെയും അനേകർ വീഴും. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വിശ്വാസ സമൂഹത്തിന് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടും ദൈവകൃപയാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളൊക്കെ അത് മനസ്സിലാക്കട്ടെ. നമുക്കൊക്കെ അത് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തരട്ടെ. ഇവൻ എത്ര തരത്തിൽ, ഏത് തരത്തിൽ പരിശ്രമിച്ചാലും ഇവൻ്റെ കെണിയിൽ വീഴാതിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അനേകർ വീഴില്ല. ഇനി ഇങ്ങനെയുള്ളവരെ കീഴടക്കാനുള്ള അവസാന വിദ്യയായിരിക്കും അടുത്തതായി അവൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന മൃഗത്തിൻ്റെ മുദ്ര. അവൻ പറയും ഇപ്രകാരം, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മുടെ സാമ്രാജ്യത്തിൽ എല്ലാവർക്കും എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം, ഒരു കുഴപ്പവുമില്ല. എങ്കിലും നമ്മുടെ ഇടയ്ക്ക് ചില കളവുകൾ, അതുപോലെയുള്ള ചെറിയ ചെറിയ തിന്മകൾ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി എൻ്റെ പക്കൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. അതിതാണ്, എല്ലാവരും ഇനി മുതൽ തൻ്റെ നെറ്റിത്തടത്തിലോ കൈവെള്ളയിലോ ഒരു ചെറിയ മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്യണം, ഒരു മുദ്ര പതിപ്പിക്കണം. ഒരു അരിയുടെ, ധാന്യമണിയുടെ മാത്രം രൂപമുള്ള, വലിപ്പമുള്ള ഒരു ഇഞ്ചക്ഷനിലൂടെ നെറ്റിയിലോ കൈവെള്ളയിലോ ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ മൈക്രോ ചിപ്പ്. ഇതിൽ ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ ബയോഡാറ്റ ഉണ്ടായിരിക്കും. എവിടെ ജനിച്ചു, എന്താണ് അവൻ്റെ ഇതായ അഡ്രസ്, പൂർണ്ണമായ അഡ്രസ്സും, അതുപോലെ ബാങ്ക് ബാലൻസ്, ഇൻഷുറൻസ്, കംപ്ലീറ്റ് എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അവൻ പറയും, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് സംശയം തോന്നിയാൽ അവൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ പ്രസ് ചെയ്താൽ അവൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, അവനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും കിട്ടുന്നത് വഴിയായി പെട്ടെന്ന് തന്നെ അവനെ പിടിക്കാൻ സാധിക്കും, അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, ചോദ്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും തങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നെറ്റിത്തടത്തിലോ ഈ മുദ്ര പതിപ്പിക്കണമെന്ന് അവൻ ആജ്ഞാപിക്കും. അപ്രകാരം ചെയ്യാതിരുന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എല്ലാ കടകളിലും സ്കാൻ ചെയ്യുന്ന സിസ്റ്റമായിരിക്കും. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്കാൻ ചെയ്യുന്ന പോലെ അതിന് പകരം കൈ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. കാരണം ഈ കയ്യിൽ ആ മൈക്രോ ചിപ്പ് ഉള്ളത് കാരണം അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇതില്ലാത്ത വ്യക്തിക്ക് വാങ്ങാൻ സാധിക്കില്ല, സാധനം വാങ്ങാൻ പറ്റില്ല, അതുപോലെ കൊടുക്കാനും പറ്റില്ല.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യം യോഹന്നാസ്ലീഹായിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാം വായിക്കുന്ന പ്രകാരം യോഹന്നാസ്ലീഹയുടെ 13-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തു കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. അതേ പ്രിയപ്പെട്ടവരെ, ഇതാണ് സാത്താൻ്റെ സംഖ്യ. ഈ കാലഘട്ടത്തിൽ കുറേ നാളുകളായി 666 എന്ന സംഖ്യയ്ക്ക് അടിയറ വെച്ചിട്ടുള്ള വ്യക്തിയാകാം, സ്ഥാപനങ്ങളാകാം, എല്ലാം ലോകത്തിൽ വളരെ സാമ്പത്തികമായും എല്ലാ തരത്തിലായും ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇന്നത്തെ പല മൾട്ടി മാനുഫാക്ചറിങ് കമ്പനികളെല്ലാം ഇവന് അടിമ വെച്ചതാണ്. ഈ 666 സംഖ്യയ്ക്ക് അടിമ വെച്ചതാണ്, അടിയറ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ എല്ലാ വിജയവും ഇവരിൽ കാണാൻ സാധിക്കും. സാത്താൻ എല്ലാം കൊടുക്കും, ലോകത്തിലെ സകല സുഖങ്ങളും കൊടുക്കും, അവൻ എന്ത് വേണം എല്ലാം കൊടുക്കും. ഒന്ന് മാത്രമേ അവൻ ആവശ്യപ്പെടൂ, എൻ്റെ ആത്മാവിനെ ഇങ്ങ് തരിക. ആത്മാവിൻ്റെ വിലയറിയില്ലാത്ത അവരെ ഈ ലോകത്തിലെ സകല ധനവും സമ്പത്തും ഉണ്ടായാലും ഒരു ആത്മാവിൻ്റെ വിലയുടെ സമീപത്ത് വരെ വരുമോ? ഒരിക്കലും വരില്ല. ആത്മാവിൻ്റെ വിലയറിയത്തില്ലാത്ത അവസ്ഥയിൽ മനുഷ്യർ അല്പനേരത്തെ സുഖത്തിനു വേണ്ടിയും ധനത്തിനു വേണ്ടിയും തൻ്റെ ആത്മാവിനെ പിശാചിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. ഈ വിധ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. പരിശുദ്ധ കന്യകാമാതാവ് അമ്മ രൂപം കൊടുക്കുന്ന സൈന്യത്തിലെ അംഗമാണല്ലോ. പല പ്രാവശ്യം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ നമ്മുടെ കമാൻഡർ ഇൻ ചീഫായ പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിലെ മക്കളായ നമുക്ക് ഈ കാര്യം കുറേ കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. അമ്മ രൂപം കൊടുക്കുന്ന വൈദികരുടെ സമൂഹമുണ്ട്. MMP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പരിശുദ്ധ കന്യകാമാതാവ് തൻ്റെ വൈദികർ മക്കളോട് സംസാരിക്കുന്നു എന്നുള്ള ആ പുസ്തകത്തിൽ അമ്മ ഇപ്രകാരം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ 666 നമ്പറിനെ പറ്റി അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി ഇന്ന് കേൾക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നിയമത്തിലെ 1-ാം പ്രമാണമനുസരിച്ച് ദൈവം മാത്രമേ ആരാധിക്കപ്പെടാവൂ. അവിടത്തേക്ക് മാത്രമേ ഏതെങ്കിലും വിധത്തിലുള്ള ആരാധന അർപ്പിക്കപ്പെടാവൂ. ഇവർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ശക്തിയും അധികാരവും പ്രതാപവുമുള്ള വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയാണ്. എല്ലാവരെയും, ചെറിയവരെയും വലിയവരെയും, ധനികരെയും ദരിദ്രരെയും, പാവങ്ങളെയും സ്വതന്ത്രരെയും അടിമകളെയും ഒരുപോലെ തങ്ങളുടെ വലത് കരങ്ങളിലും നെറ്റികളിലും ഒരടയാളം സ്വീകരിക്കുകയും അതില്ലാത്ത ആർക്കും വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തുകൂടാത്തൊരു സംവിധാനത്തിന് വഴിപ്പെടുവാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ആ അടയാളം മൃഗത്തിൻ്റെ നാമവും നമ്പരുമാകുമെന്ന് വ്യക്തം. ഞാൻ എൻ്റെ മുൻ സന്ദേശത്തിൽ വെളിപ്പെടുത്തിയതുപോലെ സകലരാലും സേവിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യേണ്ട ഈ വലിയ വിഗ്രഹം ഒരു ക്ഷുദ്ര ക്രിസ്തുവും ഒരു ക്ഷുദ്ര സഭയുമാകുന്നു. എന്താണ് ഇതിൻ്റെ പേര്? അമ്മ ചോദിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. ഇത് മനസ്സിലാക്കാൻ വിജ്ഞാനം ആവശ്യമാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അതൊരു മനുഷ്യന്റെ നാമത്തെ പ്രതിനിധീകരിക്കുന്നു. ആ സംഖ്യ 666 ആണ്. ദൈവിക വിജ്ഞാനത്തിൽ
പ്രകാശിതമായ ബുദ്ധി കൊണ്ട് ഒരാൾക്ക് ഈ 666 സംഖ്യയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്നു. ആളിനെയും അതിൻ്റെ പേരിനെയും ഗണിച്ചറിയാൻ സാധിക്കും. അന്തിക്രിസ്തു എന്ന നാമം തന്നെയാണിത്. ലൂസിഫർ എന്ന പുരാതന സർപ്പം, പിശാച്, സാത്താൻ, ചുവന്ന സർപ്പം എന്നെല്ലാം പറയപ്പെടുന്ന സത്വം ഈ അവസാന നാളുകളിലെ അന്തിക്രിസ്തു തന്നെയാണ്. ആരെങ്കിലും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ അന്തിക്രിസ്തുവാണെന്ന് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. മൃഗത്തിൻ്റെ ബഹുമാനാർത്ഥം എല്ലാവരാലും ആരാധിക്കപ്പെടാനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം തന്നെയാണ് അന്തിക്രിസ്തു. ഈ സംഖ്യ എങ്ങനെ ഒരു മനുഷ്യന്റെ നാമം ചൂണ്ടിക്കാണിക്കുന്നുവെന്നറിയാൻ ഈ 666 എന്ന സംഖ്യയെപ്പറ്റി കണക്ക് കൂട്ടുക. 333 എന്ന സംഖ്യ ദൈവികത്വത്തെ കാണിക്കുന്നു. 333 ഒരു പ്രാവശ്യം, അതായത് ആരംഭത്തിൽ മാത്രം ദൈവിക ഐക്യത്തിൻ്റെ രഹസ്യം പ്രകടമാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവും. നമുക്കറിയാം, ദൈവത്തിൽ 3 വ്യക്തികളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം. എന്നാൽ ഏകദൈവമാണത്. അതാണ് 333 എന്ന സംഖ്യയെ കാണിക്കുന്നത് ഒരു പ്രാവശ്യം. ഇനി 333 2 പ്രാവശ്യം, അതെന്താണ്? അമ്മ പറയുന്നു, കേൾക്കുക ശ്രദ്ധിച്ച്. അതായത് 333 2 പ്രാവശ്യം, അതായത് രണ്ടാമതും യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരാളെ സംയോജിപ്പിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പൂർണ്ണമായും ദൈവവും പൂർണ്ണമായ മനുഷ്യനുമായ 2 നേച്ചർ കർത്താവിലുണ്ട്. നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവിനുണ്ട്. പലപ്പോഴും വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ അത്ഭുതങ്ങൾ അവിടെ ചെയ്തപ്പോഴൊക്കെ അവിടുത്തെ ദൈവത്വം തെളിഞ്ഞു കാണാമായിരുന്നതിൽ. സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ നടന്നപ്പോഴും, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകിയപ്പോഴും, ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും പലപ്പോഴും അവിടുത്തെ ദൈവത്വം ആ സമയത്ത് തെളിഞ്ഞു നാം കണ്ടു. കാരണം ദൈവത്തിന് മാത്രമേ അത്തരത്തിലുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാവും. വീണ്ടും നാം കാണുന്നു, താബോർ മലയിൽ വെച്ച് രൂപാന്തരം പ്രാപിച്ച കർത്താവിനെ നാം കാണുന്നു. ദൈവത്വം അവിടുത്തെ ദൈവത്തിൽ വ്യക്തമായി പ്രകടമായി നാം അവിടുത്തെ കാണുന്നു. അപ്പോൾ 333 2-ാം പ്രാവശ്യം കാണിക്കുന്നത് യേശുള്ള 2 നേച്ചറാണ്. പൂർണ്ണമായ ദൈവവും പൂർണ്ണമായ മനുഷ്യനുമായ ദൈവം, പൂർണ്ണനായ മനുഷ്യനുമായ യേശുക്രിസ്തു. 333 3 പ്രാവശ്യം, അതായത് 3-ാം തവണയും 3 ആളിൻ്റെയും ദൈവിക ഐക്യത്തിൻ്റെ രഹസ്യം പ്രകടമാക്കുന്നു. അങ്ങനെ അതാണ് കർത്താവിൻ്റെ പീഠാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും. 333 3 പ്രാവശ്യം. അങ്ങനെ 333 1, 2, 3 തവണയായി കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ഇനി എന്താണ് 666? ശ്രദ്ധിക്കുക. ഈ സംഖ്യ എങ്ങനെ ഒരു മനുഷ്യന്റെ നാമം ചൂണ്ടിക്കാണിക്കുന്നുവെന്നറിയാൻ ഈ 666 എന്ന സംഖ്യയെ കണക്ക് കൂട്ടുക. 333 എന്ന സംഖ്യ ദൈവത്വത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ മുകളിൽ സ്വയം പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ലൂസിഫർ അഹങ്കാരം വഴി ദൈവത്തെ മറുതലിക്കുന്നു. ദൈവമാകുന്ന പരമരഹസ്യത്തെയാണ് 333 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത്. ദൈവത്തിനുപരിയായി തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ 666 എന്ന സംഖ്യ ഉള്ളവനാണ്. അക്കാരണത്താൽ ഈ സംഖ്യ ലൂസിഫറിൻ്റെ അഥവാ സാത്താന്റെ നാമം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെതിരായി സ്വയം അവരോധിക്കുന്ന അന്തിക്രിസ്തു തന്നെയാണ്. വിശുദ്ധ വചനത്തിൽ, വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഈ ലൂസിഫർ എപ്രകാരം ദൈവത്തിന് മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത്. 666
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. മാലാഖമാരിൽ പലവിധ റാങ്കുകളുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര മാത്രം വലിയൊരു സൈന്യം. അതിൻ്റെ അധിപനായിട്ടാണ് ദൈവം ലൂസിഫർ എന്ന് പറയുന്ന മാലാഖയെ നിയമിച്ചത്. അങ്ങനെ ദൈവത്തിന് സകല മഹത്വവും അവനിലൂടെ നൽകപ്പെട്ടപ്പോൾ അവന് സ്വയം തോന്നി ഒരു അഹങ്കാര ചിന്ത. താനും ശക്തനല്ലേ, താനും സുന്ദരനല്ലേ, തനിക്കും എന്തുണ്ട് അസാധ്യമായി. അങ്ങനെ അവൻ ആ അഹങ്കാര ചിന്തയെ നിയന്ത്രിക്കാതെ അതിൽ അടയിരുന്ന് വലിയൊരു അഹങ്കാരിയായി മാറുകയും അവൻ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13-ലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. ഇവനെപ്പറ്റിയാണ് പറയുന്നത്. അവൻ എങ്ങനെ പിശാചായി മാറി, അവൻ എങ്ങനെ നരകത്തിന് അടിമയായി എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം 13-ാം വാക്യത്തിൽ. ഉഷസിന്റെ പുത്രനായ പ്രഭാ നക്ഷത്രമേ, അവൻ അങ്ങനെയും പേരുണ്ടായിരുന്നു, പ്രഭാ നക്ഷത്രം. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടുവീഴ്ത്തി. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. നോക്കൂ, ഇത്ര വ്യക്തമായിട്ടാണ് അവനെപ്പറ്റി തിരുവചനം പറഞ്ഞിരിക്കുന്നതെന്ന്. 333 പരിശുദ്ധ ത്രിയേക ദൈവത്തെ കാണിക്കുന്നു. ആ ദൈവത്തിൻ്റെയും മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ 666 എന്ന സംഖ്യയാൽ അറിയപ്പെടുന്നത്. ദൈവം വിശുദ്ധ മിഖായേലിന് അധികാരം കൊടുക്കുകയും അവനെ സപ്പോർട്ട് ചെയ്ത സകല മാലാഖമാരെയും അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു. അത് സംബന്ധിച്ച് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഈ യുദ്ധത്തെ സംബന്ധിച്ച് 7 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന് രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഈ അരിശമാണ് അവൻ കാണിക്കുന്നത്. എങ്ങനെ? അതീവ വഞ്ചനയോടുകൂടെ ദൈവത്തിന് അങ്ങേറ്റം ദുഃഖമുളവാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കളെ വശീകരിച്ച് ദൈവത്തിന് എതിരാക്കി തീർത്തുകൊണ്ട് അവരെ നിത്യമായി നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള പ്രതികാര ചിന്തയാണ് സാത്താനുള്ളത്. അതുകൊണ്ടാണ് അവൻ്റെ അവസാന അടവ് ദൈവപുത്രനെ പോലെ അവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വശീകരണ ശക്തിയാൽ അവരെ വശീകരിച്ച് നരകത്തിന് അടിമകളാക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും ഈ 666 എന്ന ഈ സംഖ്യ ഉൾപ്പെടുന്ന ആ ചിപ്പ് ഒരിക്കലും തൻ്റെ ശരീരത്തിൽ അവന് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. മുദ്ര
തൻ്റെ ശരീരത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി ഇതിന് തയ്യാറാകരുത്, ഈ മുദ്ര സ്വീകരിക്കുന്നതിന് തയ്യാറാകരുത്. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ മുദ്ര സ്വീകരിക്കുന്നവർ എന്നേക്കുമായി ദൈവത്തിന് നഷ്ടപ്പെടുകയും അവർ സാത്താൻ അടിമകളായി നിത്യമായി നശിച്ചു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ 666 എന്ന സംഖ്യയെപ്പറ്റി കൂടുതലായി പരിശുദ്ധ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ടോക്കിൽ, അടുത്ത സന്ദേശത്തിൽ നമുക്കതിനെക്കുറിച്ച് കേൾക്കാം. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.